ഹലോ. ഹലോ, ഞാൻ ശുഭയ. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത്. എന്റെ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ഒരു മിക്കി മൗസിനെ കാണുന്നില്ലേ? കണ്ടോ? ആ കണ്ടല്ലോ. അതിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ പറയണം. എന്തിന്? ഫോൺ വേണേ പറഞ്ഞാൽ മതി. ഓക്കെ. എസ്. എന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എസ് ആണ്. ഹലോ, ഇത് പകുതിയല്ലോ. ആ ഇപ്പോ ഫസ്റ്റ് ഫ്ലോറില് ഫ്ലവർ ഷോപ്പ് കാണുന്നുണ്ടോ? കണ്ടല്ലോ. ആ അവിടെ പോയിട്ട് നിങ്ങളുടെ സെക്കൻഡ് ലെറ്റർ പറയണം. എക്സ്ക്യൂസ് മീ. യെസ്. എന്റെ സെക്കൻഡ് ലെറ്റർ യു. This is for you. And this too. അതിന്റെ ഓപ്പോസിറ്റ് KFC കാണുന്നില്ലേ? ആ കണ്ടു. അതിന്റെ ലാസ്റ്റ് ടേബിളില് ഒരു ഗ്രേ ടീഷർട്ടുകാരൻ ഫോണിൽ സംസാരിക്കുന്നുണ്ടോ? കണ്ടല്ലോ. അയാൾ ആരോടാ സംസാരിക്കുന്നതെന്നറിയോ? എനിക്ക് എങ്ങനെ അറിയാനാ? നിങ്ങളോട് തന്നെയാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളല്ല എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ എങ്ങനെ? ഹായ്. ബാലൻസ്. സോറി, ഫോണിൽ നിങ്ങളാന്നറിയാതെ ഞാനിങ്ങനെ. ചേച്ചേ അതൊന്നും കുഴപ്പമില്ല, ഇരിക്കൂ പ്ലീസ്. നൈസ് ഡ്രസ്. ഇതിലുള്ള 3 ഫോട്ടോസിൽ നിങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച്. ചേച്ചേ അതിനെന്താ, നമ്മളെപ്പോഴും കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. സോ എനിവേ ഐ ആം ശുഭ ശ്രീനിവാസൻ. അരവിന്ദ്. കണ്ടില്ലേ, ഫോൺ ഓൺ ചെയ്തപ്പോ തന്നെ ആരോ വിളിക്കുക. ഹലോ. ആ ഫോൺ കിട്ടി. ലിസൺ, ഞാനൊരു ഫ്രണ്ടുമായിട്ട് പുറത്താളത്. ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞ് വിളിക്കാം. അതെല്ലോ. ഇന്ന് വെനസ്ഡേ ആണോ? ഓ വാട്ട് ടൈം? ഓ ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ വരാം. അരവിന്ദ്, അല്ല നിന്നോടല്ല. ഐ ഹാവ് ടു ഗോ നൗ. ഐ ആം സോ സോറി. ഇറ്റ്സ് റിയലി അർജന്റ്. ഐ കംപ്ലീറ്റ്ലി ഫോർഗോട്ട് ഇറ്റ്. ബട്ട് താങ്ക് യു. പറയ്. ഐ ആം സോ സോറി. ഇത് എന്റെ മിസ്റ്റേക്കാ. ഞാൻ ഇപ്പൊ തന്നെ എത്താം. ഹലോ. ഹലോ, ഞാൻ ശുഭയ സംസാരിക്കുന്നത്. എന്തൊക്കെയുണ്ട്? എന്താ ഇത്? ആനയുടെ മുകളിൽ അടിപൊളിയായിട്ടാണല്ലോ പോകുന്നത്. ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? എന്നെ എങ്ങനെ കണ്ടു? നിങ്ങളുടെ അടുത്തൊരു ബ്രിഡ്ജ് ഉള്ളത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അവിടെ നിന്ന് ദൂരെ നോക്കിയ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, കാണുന്നുണ്ടോ? ബസ് സ്റ്റോപ്പ്. അതും കണ്ടു. അവിടെ ഒരു പെണ്ണ് ബ്ലാക്ക് ഡ്രസ് റെഡ് ദുപ്പട്ടയിട്ട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക, കാണാൻ പറ്റുന്നുണ്ടോ? ശരിയാണല്ലോ, കാണാം. അവള് ഫോണിൽ ആരോടെ സംസാരിക്കുന്നതെന്ന് അറിയാമോ? എന്നോടല്ലേ? അതേ നിൽക്കുന്നു. ഹായ്. സുഖമാണോ? സുഖം തന്നെ. സോറി, അന്ന് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അതൊന്നും സാരമില്ല, ഇന്ന് സംസാരിക്കാലോ. എവിടേക്ക് പോവാ? ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവായിരുന്നു. വാതെ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആനപ്പുറത്തോ? അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. ആനയെ ഇഷ്ടമാണോ അല്ലയോ? ഇഷ്ടാ, ചെറുപ്പം മുതലേ ഇഷ്ടാ. പിന്നെന്താ, വാ ഇങ്ങോട്ട് കേറിക്കോ. എല്ലാവരും നോക്കുന്ന എനിക്ക് എന്തോ പോലെയുണ്ട്. പേടിക്കണ്ടേ, ഞാനില്ലേ, ഇങ്ങോട്ട് കേറ്. കാലെടുത്ത് വെച്ചോ. അങ്ങനെ അങ്ങനെ പതുക്കെ ചവിട്ടി മേലെ കയറണം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. എന്നും പറഞ്ഞ ആനയുടെ പുറത്ത് നമുക്ക് ടൈൽസ് ഇടാൻ പറ്റുമോ? ആനയുടെ രോമം അത്. നിങ്ങൾ എങ്ങോട്ട് പോകുന്നേ? അത് ലക്ഷ്മിക്ക് നല്ല സുഖമില്ലായിരുന്നു, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാ. അവരെന്താ പുറകെ വന്നോണ്ടിരിക്കുവാണോ? ലക്ഷ്മി എന്ന് പറഞ്ഞ ഈ ആനയാ. ആനയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. അയ്യോ, നമ്മൾ പേഷ്യന്റ് പുറത്തിരുന്നാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ആനയെ ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. മൂവന്തിച്ചോലയിൽ കുയിലായി നീ വന്നുവോ, ഞാൻ തേടും ദേവികെ
വരവേറ്റിടാം എന്നാതിരേ പൂങ്കാറ്റായി വീശിയോ പുലരൊളിയിൽ മിന്നിയോ വിരിയാനായി വെമ്പുമി പൂമൊട്ടുകൾ പോലെ നിൻമുഖം ഏഹേ പെണ്ണെ 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 നിന്നെ കണ്ടേ 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 കണ്ടാൽ എങ്ങോ എങ്ങോ ഉരുകുമി നൊമ്പരം ആഹാ പെണ്ണെ 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 ദേവി നിന്നെ 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 കണ്ടാൽ ചൊല്ലാം ചൊല്ലാം കൊഞ്ചിടാൻ മോഹമായി മൂവന്തിച്ചോലയിൽ കുയിലായി നീ വന്നുവോ ഞാൻ തേടും ദേവികെ വരവേറ്റിടാം എന്നാതിരേ പൂങ്കാറ്റായി വീശിയോ പുലരൊളിയിൽ മിന്നിയോ വിരിയാനായി വെമ്പുമി പൂമൊട്ടുകൾ പോലെ നിൻമുഖം സാഗരത്തിൽ നീയഴകേ ഓഹോ നിന്നെ കൊണ്ടുപോകാം എന്റെ പള്ളിത്തേരിൽ മഴയായി തൂകില്ലേ ഞാൻ നിന്നെ തൊട്ട നേരം നാണം കൊണ്ടോ പെണ്ണെ കുളിരിലും ഒന്നാകാം ഏഹേ പെണ്ണെ 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 നിന്നെ കണ്ടേ 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 കണ്ടാൽ എങ്ങോ എങ്ങോ ഉരുകുമി നൊമ്പരം ആഹാ പെണ്ണെ 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 ദേവി നിന്നെ 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 കണ്ടാൽ ചൊല്ലാം ചൊല്ലാം കൊഞ്ചിടാൻ മോഹമായി അറിഞ്ഞിടാം ഈ അന്ത്യയാമം മുകിൽ മായും നേരത്തിങ്കൽ കൂട്ടിരിക്കാം മറക്കുവാനാവുകില്ല ഈ നിമിഷം പെണ്ണെ നിന്റെ കാതിൽ ചൊല്ലാം എന്റെ മോഹക്കൊഞ്ചൽ എല്ലാം നീയല്ലേ ഈ അമ്പരത്തിന്മേലെ നിന്നെ കൊണ്ടുപോകാം വാഴാൻ വരില്ലേ ഏഹേ പെണ്ണെ 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 നിന്നെ കണ്ടേ 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 കണ്ടാൽ എങ്ങോ എങ്ങോ ഉരുകുമി നൊമ്പരം ആഹാ പെണ്ണെ 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 ദേവി നിന്നെ 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 കണ്ടാൽ ചൊല്ലാം ചൊല്ലാം കൊഞ്ചിടാൻ മോഹമായി
ഏലേലമാ, ഏലേ ഏലമാ. എന്താ നിനക്കിന്ന് ഭയങ്കര സന്തോഷമാണല്ലോ. നാട്ടിൽ നിന്ന് സ്വന്തക്കാരൊക്കെ ഇന്ന് വരും എന്നെ കാണാൻ എന്താടാ വേണ്ടി. നാട്ടിന്നോ? നിന്റെ നാട് എവിടെയാ? എടാ കാഞ്ചീപുരം ഇല്ലേ, അവിടുന്ന് അവരിങ്ങോട്ട് വരുന്നത്. ആ ഒരു 20 ടിക്കറ്റ് മുമ്പിൽ തന്നെ എടുത്തു വെച്ചേ. ശരിയെടാ. ചേട്ടാ അവരെല്ലാം വന്നിട്ടുണ്ട്. വന്നു. ആ. സുഖം തന്നെ, സുഖം തന്നെ. ചേച്ചി സുഖം തന്നെയല്ലേ? ചിറ്റപ്പ, നാട്ടിൽ വേറെന്തൊക്കെ വിശേഷം? ഒരു വിശേഷമില്ല, വെറുതെ ഇറങ്ങിയാ. സർക്കസ് ഒക്കെ ഞാൻ വരുന്നില്ല, നമ്മുടെ വീട് തന്നെ ഒരു കുട്ടി സർക്കസ് അല്ലേ, അവരെ കൂട്ടിക്കൊണ്ടു പോകും. ചുറ്റാളങ്ങ് തടിച്ച് കൊഴുത്തു പോയില്ല, കൈയുടെ ഒക്കെ വണ്ണം കണ്ടില്ലേ? ചുമ്മാ ഇരിക്കും അരവിന്ദ. അല്ലേ എനിക്ക് മോളെ? ഒരു സുഖല്ലേ? എത്രയിലാ? പത്തിലായോ? അതെ, ഇവിടെ ഇപ്പൊ പത്തിലാ. കൊള്ളാലോ. ഈ അതുകൊണ്ട് മുത്തശ്ശിയുടെ നമുക്ക് ഒരു കാര്യം. അതല്ലേ, എപ്പോഴും പിള്ളേരൊക്കെ ഒന്ന് കാണാൻ പറ്റിയല്ലോ, അതന്നെ വല്ലപ്പോഴും സന്തോഷം. കാണാൻ വരുമ്പോ ഇങ്ങനെയൊക്കെയാണ്. എന്താടാ നോക്കുന്നത്? വാ, നമുക്ക് ദേടാ, സർക്കസ് കാണാം. വീട്ടിലുണ്ടാക്കിയ ഉണ്ണിയപ്പോ ആണോ? എടുത്ത് കഴിച്ചോ. ഒന്നും എടുത്ത്. ആഹാ, ബെല്ലടിച്ചല്ലോ, മേക്കപ്പ് ഇടണം. ആരൊക്കെയാ മേക്കപ്പ് ഇടുന്നത് കാണാൻ വരുന്നത്? വേഗം വാ, എടാ, മനു, എടാ, വേഗം വാടാ, നിക്ക്. എല്ലാവരും വേഗം വാ. കൊണ്ടുവന്ന ഒരു ഉണ്ണിയപ്പം പോലും കഴിക്കാതെ അവൻ പോയത് കണ്ടില്ലേ? എന്തൊരു കഷ്ടായി പോയി. അല്ല, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്ങോട്ട് പോ. ഇതാ നിന്റെ കൂടെ വരാത്ത ഞാൻ. അല്ല കൊച്ചേ, അവിടെ നിക്കോ എന്താടി? നിന്നോട് നിക്കാൻ പറഞ്ഞേ. എന്തിനാ കൊച്ചേ. കിടന്നിങ്ങനെ അലക്കുന്നേ? ഹലോ ഹലോ, വിളിച്ചത് കേട്ടില്ലേ? നിങ്ങളെയാ വിളിക്കുന്നത്. നിന്നെ തന്നെയാ വിളിച്ചേ. ആരാ? സുഖം തന്നെയല്ലേ മോളെ? നിങ്ങളൊക്കെ ആരാ? അയ്യോ, ഇതെന്താ ഞങ്ങൾ ഓർമ്മയില്ലേ? കൊള്ളാം, ഒരു വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ വന്നല്ലേ. ബോധിധർമ്മന്റെ സ്വന്തക്കാരാണെന്നും പറഞ്ഞ് അന്വേഷിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഓർമ്മയില്ലേ? അത് ഞാനല്ല. ഇതെന്താ ഈ പെണ്ണ് ഇങ്ങനെ പറയുന്നേ? ഈ കൊച്ചിനെ കണ്ടതായിട്ട് ഓർമ്മയില്ലേ? ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ വന്ന് രക്തമൊക്കെ എടുത്ത് പരിശോധിച്ചില്ലേ? നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ച് അന്ന് ചോദിച്ചില്ലേ? അല്ല, അതൊരു തടിച്ച പെൺകുട്ടിയല്ലായിരുന്നോ? ഒന്ന് ചുമ്മാ ഇരി മനുഷ്യ. മോളെ, ഞങ്ങളുടെ വീട്ടിൽ വന്ന അരവിന്ദനെ കുറിച്ച് നീ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചില്ലേ? നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അരവിന്ദ് ആരാന്ന് പോലും എനിക്ക് അറിയില്ല. ആള് മാറിപ്പോയതാ നിങ്ങൾക്ക്. സോറി. എന്നാ ഞാൻ പോട്ടെ. ഇതെന്താ ഈ പെണ്ണ് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നേ? ഞാനും ഈ പെണ്ണിനെ എവിടെ കണ്ട പോലെ തോന്നുന്നുണ്ട്. നാളെ ഈ ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുമ്പോ ഇത് കണ്ടിട്ട് അവൾ എന്നെ സ്നേഹിക്കണം. ഐ ലവ് യു. It's so nice. Thank you. ഇത് ഞാനുണ്ടാക്കിയതാ. നേരാണോ പറഞ്ഞത്? ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? അതില് എന്താ എഴുതിയിരിക്കുന്നെന്ന് വായിച്ച് നോക്ക്. I love you. Oh, thank you. I love you too. എന്റെ ഫ്രണ്ട് മാലതിക്ക് ഡോൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടാ. അവൾക്കും ചേർത്ത് ഒരെണ്ണം ഉണ്ടാക്കായിരുന്നില്ലേ? ഇത് കണ്ട് അവള് തട്ടിപ്പറിക്കും. നെക്സ്റ്റ് ടൈം അവൾക്ക് ഒരെണ്ണം ഉണ്ടാക്കണേ, ഓക്കെ? But thank you so much. It's lovely. Thank you. ശരി, ഞാൻ പുറത്തേക്ക് പോവാ. നീയും വരുന്നുണ്ടോ? ഞാൻ വരുന്നുണ്ടോ? Come. One minute. എടാ അരവിന്ദേ, നീ ഗിഫ്റ്റ് കൊടുത്തോടാ. കൊടുത്തു. അടിപൊളി അടിപൊളി. എടാ അരവിന്ദ് ഗിഫ്റ്റ് കൊടുത്തടാ. എന്ത് പറഞ്ഞടാ? ഐ ലവ് യു ടു എന്ന് പറഞ്ഞു. അഭിനന്ദനങ്ങൾ മോനെ. അതല്ലടാ, ഐ ലവ് യു ടൂല് ഒരു ഫീലിംഗും ഇല്ലടാ. ഐ ലവ് യു എന്ന് പറയുമ്പോൾ അതിലൊരു സുഖം വേണ്ടേ? ഇപ്പൊ പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും ഐ ലവ് യു എന്നല്ലേ പറയുന്നേ. അച്ഛൻ മോനോട് ഐ ലവ് യു എന്ന് പറയുന്നു, അമ്മയാണെങ്കിൽ മോളോട് ഐ ലവ് യു എന്ന് പറയുന്നു. ടാറ്റാ ബൈ ബൈ എന്ന് പറയുന്ന പോലെ ആയില്ലേ? സിറ്റുവേഷൻ വേറെ പോലെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ATM ഉള്ളിലാ. അവൻ പുറത്ത് നിൽക്കുന്നത്. ഇന്ന് എനിക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് തന്നു. എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഊരിപ്പോന്നു. എന്താ ചെയ്യുന്നിപ്പോ? സൂക്ഷിക്കണം കേട്ടോടി. നയത്തിൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നീ ഒരു കാര്യം ഓർക്കണം, നമുക്കവനെ ആവശ്യമുണ്ട്, അത് മറക്കണ്ട. എന്നാൽ ഓവറായിട്ട് അവൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, കോൾ യു ലേറ്റർ. അവൾ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. നമുക്ക് പോയാലോ? അരവിന്ദ്, ഒരു 2 മിനിറ്റ് ഇവിടെ നിൽക്കുക, ഞാൻ ഇപ്പൊ വരാം. ശരി.